ഓം ഗുരുവേ നമ ശിവായ. നമസ്കാരം. ചുടലമാടൻ ആരാണെന്ന് ലളിതമായി വിശദീകരിക്കുക. വീഡിയോൻ്റെ അവസാനം ചുടലമാടനെ സേവിക്കേണ്ട രീതിയും സേവാക്രമവും പറയുന്നതാണ്. ജനപദവിശ്വാസങ്ങളിലും താന്ത്രിക പാരമ്പര്യത്തിലും ചുടലമാടൻ ആരാ എന്ന് ലളിതമായി ഒന്ന് വിശദീകരിക്കാം. പ്രധാനമായും തെക്കൻ കേരളത്തിലും തമിഴ്നാട്ടിലും ആദരിച്ചു വരുന്ന കാവൽ ദൈവം, കുലദൈവം, ആരാധനാമൂർത്തിയാണ് ചുടലമാടൻ. മഹാദേവൻ്റെ അംശവും സങ്കല്പവുമാണ് ചുടലമാടന് കൊടുത്തിരിക്കുന്നത് ഉഗ്രരൂപത്തിൽ. ശിവനും പാർവതിയും കൈലാസത്തിൽ ഇരിക്കുമ്പോൾ എന്നുവെച്ചാൽ അവരുടേതായ സമയം പങ്കിടുമ്പോൾ ഭഗവാന്റെ കണ്ണീരിൽ നിന്നോ വിയർപ്പിൽ നിന്നോ ജനിച്ച അവതാരമാണെന്നാണ് ഐതിഹ്യം. വേറെയും കുറേ ഐതിഹ്യങ്ങൾ ഉണ്ട്. ചുടല, കാവൽക്കാരൻ, കാവൽ ദൈവം, രഹസ്യമായി ഉപാസിക്കുന്ന ഉപാസനമൂർത്തി, ശ്മശാനങ്ങളിലും അതിർത്തികളിലും കാവൽ നിൽക്കുന്നവൻ എന്നാണ് വിശ്വാസം. നാട്ടുമൊഴികളിലും കാവലുകളിലും വില്ലടിച്ചാൻ പാട്ടുകളിലും മാടൻ തമ്പുരാനെക്കുറിച്ച് പറയുന്ന കഥകൾ ഒരുപാടുണ്ട്. പ്രത്യേകമായിട്ടുള്ള ആരാധന രീതികൾ. മറ്റ് ദേവതകളിൽ നിന്ന് വ്യത്യസ്തമായി രാത്രികാലങ്ങളിലെ പൂജകൾ, ചുടല പൂജ, ഉഗ്രമൂർത്തി സങ്കല്പം, അങ്ങനെ ഒട്ടേറെയുണ്ട്. കറുത്ത വസ്ത്രം, കോഴിയൂട്ട്, മദ്യനിവേദ്യം. ചില കാവുകളിലെ പാരമ്പര്യം ഇത് രഹസ്യമാണ്. തീപ്പന്തങ്ങൾ ഏന്തിയ തുള്ളൽ രൂപങ്ങൾ സാധാരണ വീടുകളിൽ ആദരിക്കാതെ കാവുകളിലോ ക്ഷേത്രങ്ങളിലോ മാത്രം പൂജിക്കുന്ന രീതി ആണ്. രഹസ്യമായി വീടുകളിലുണ്ടോ എന്നും ഒരു ചോദ്യമുണ്ട്. ഭയപ്പെടേണ്ട ഒന്നല്ല. ദുഷ്ടശക്തികളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന കാവൽ ദൈവമാണ് ചുടലമാടൻ. എന്നാൽ ജാഗ്രതയായി കാണേണ്ടത്, വ്രതശുദ്ധിയും ഗുരുപദേശവും ഇല്ലാതെ മന്ത്രങ്ങളോ പൂജകളോ ഉപയോഗിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. ഭയമല്ല, ഭക്തിയും ആദരവുമാണ് പരമ്പരാഗതമായ ഇത്തരം മൂർത്തി സങ്കല്പങ്ങൾക്ക് നൽകേണ്ടത്. പിന്നെ ഒന്ന് പറയുന്നുണ്ട്, ചുടലമാടൻ സേവ, മന്ത്രങ്ങൾ, താന്ത്രിക വിധികൾ എന്നിവ പരമ്പരാഗതമായി അതീവ ജാഗ്രതയും ഗുരുമുഖത്തു നിന്നും അഭ്യസിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ചുടലമാടൽ ഉഗ്രമൂർത്തിയായതുകൊണ്ട് തന്നെ കൃത്യമായ ഗുരുപദേശവും ദീക്ഷയില്ലാതെ ഇത്തരം മന്ത്രങ്ങൾ ജപിക്കുന്നത് വിധികളിലേക്ക് കടക്കുന്നതും വലിയ ദോഷങ്ങൾക്കോ നെഗറ്റീവ് ഊർജത്തിനോ കാരണമെന്നാണ് തന്ത്രശാസ്ത്രത്തിലും ശാക്തേയ പാരമ്പര്യത്തിലും പറയുന്നത്. പൊതുവായ ആവശ്യങ്ങൾക്ക് അനുഗ്രഹത്തിനുമായി മാടൻ തമ്പുരാനെ ധ്യാനിക്കുമ്പോൾ ഗുരുത്വം. ഏതൊരു താന്ത്രികത്തിലും ഉഗ്രമൂർത്തി വഴിപാടിന് മുമ്പ് പ്രഥമ ഗുരുവിനെയും ഗണപതിനെയും ഭഗവാനെയും പ്രാർത്ഥിക്കുക. അത് ഉത്തമമാണ്. ശരീരശുദ്ധിയും മനഃശുദ്ധിയും നിർബന്ധമാണ്. വ്രതശുദ്ധിയോടെ മാത്രം പ്രാർത്ഥനകൾ നടത്തുക. ചിട്ടയായ വഴിപാടുകളിൽ ഉഗ്രമൂർത്തികളുടെ ആവാഹനമോ സങ്കല്പമോ ഒഴിവാക്കി തൊട്ടടുത്തുള്ള മാടൻ കാവുകളിലോ ക്ഷേത്രങ്ങളിലോ വഴിപാടുകൾ നടത്തുന്നതാണ് ഏറ്റവും ഉത്തമമായ കാര്യം. അതിൽ തന്നെയാണ് സുരക്ഷിതത്വമുള്ളത്. മാടൻ തമ്പുരാൻ്റെ മന്ത്രങ്ങളോ മൂലമന്ത്രങ്ങളോ പൂജാവിധികളോ ശാസ്ത്രീയമായ ഉപദേശമില്ലാത്ത പരസ്യമായി പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. ഇത്തരം പൂജകൾക്കോ മന്ത്രസിദ്ധികൾക്കോ യോഗ്യനായ ഒരു ഗുരുവിനെ തന്നെ കണ്ട്, സിദ്ധനെയോ താന്ത്രികനെയോ നേരിട്ട് കണ്ട് ഉപദേശം സ്വീകരിക്കുന്നത് അത്യുത്തമമാണ്. ഈ മന്ത്രത്തെക്കുറിച്ച് പറയാം. ഓം ബ്രാം ബ്രീം ബ്രൂം ശ്മശാന ഭൈരവായ നമ. ഒന്നുകൂടി പറയാം. ഓം ബ്രാം ബ്രീം ബ്രൂം ശ്മശാന ഭൈരവായ നമ. ഇതാണ് ചുടലമാടൻ്റെ മന്ത്രം. ഓം നമോ ഭഗവതേ ശ്മശാന ഭൈരവായ സർവശത്രു പ്രാണസംഹാരകാരണായ അപസ്മാരദഹനായ സർവരക്ഷാകരായ രക്ഷാകരായ ഭഗവൻ മാം പാലയ പാലയ. ഒന്നുകൂടെ പറയാം.
ഓം നമോ ഭഗവതേ ശ്മശാനഭൈരവായ സർവശത്രു പ്രാണസംഹാരകാരണായ ഭസ്മാരദഹനായ സർവരക്ഷാകരായ രക്ഷാകരായ ഭഗവൻ മാം പാലയ പാലയ. ചുടലമാടൻ്റെ ഇനിയും അനേകം രീതികളുണ്ട്, സമ്പ്രദായങ്ങൾ രഹസ്യമായിട്ടുള്ളത്. അതിലെ ഒരു ചുരുക്കമായിട്ടുള്ളൊരു രീതിയാണ് ഞാൻ ഇന്ന് പറയുന്നത്. ചുടലമാടൻ അത്യുഗ്രനായതുകൊണ്ട് രഹസ്യമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഗുരുമുഖത്തു നിന്നല്ലാതെ ഈ മന്ത്രം ജപിക്കുന്നവർ ആരും, അവർക്ക് എന്ത് സംഭവിക്കുന്ന പോലും എനിക്ക് പറയാൻ പറ്റില്ല. എന്നാലും ഇത് വീട്ടിൽ വെച്ച് ആചരിക്കുന്നതോ ഈ സമ്പ്രദായം ഇപ്പോഴും കൊണ്ടു നടക്കുന്നവരോ, വീട്ടിൽ വെച്ച് ആചരിക്കുന്നവരൊന്നും എനിക്ക് പേഴ്സണലി അറിയില്ല. ഈ സമ്പ്രദായം കാവുകളിൽ കൊണ്ടു നടക്കുന്നതെല്ലാം കണ്ടിട്ടൊക്കെ ഉണ്ട്. അത്യുഗ്രമായതുകൊണ്ട് ശ്മശാന സാധനയും ഇതിലുണ്ട്. ഈ മന്ത്രം 21 ദിവസം 108 തവണ 108 ഉരു ജപിക്കണം എന്നാണ് പറയുന്നത്. രാത്രി കാലങ്ങളിൽ രാത്രി 10 to 12, 10 മണി മുതൽ 12 മണി, 12 മണിക്ക് ശേഷം അത്യുത്തമമാണ്. അതുവരെയൊന്നും സാധാരണക്കാർക്ക് പറ്റിയതല്ല. അതുകൊണ്ട് ഞാൻ 10 to 12 എന്ന് പറഞ്ഞത്. അർദ്ധരാത്രിയാണ് ഈ മന്ത്രം ജപിക്കേണ്ടത്, കറുത്ത വസ്ത്രം അണിഞ്ഞ്. സിദ്ധി ലഭിച്ചാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ എന്നുള്ളത് ഗുരുമുഖത്തിൽ നിങ്ങൾക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമത്. ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ അറിയാത്തവർ എടുത്ത് ചാടി ജപിക്കാൻ നിൽക്കും. അത് നല്ലതിനേക്കാളും മോശമായിട്ടാണ് ഭവിച്ചു വരിക. അതുകൊണ്ട് നല്ലൊരു ഗുരുവിനെ കണ്ട് ഈ മന്ത്രത്തിൽ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഗുരുനാഥനുള്ളവരാണെങ്കിൽ ഗുരുനാഥനോട് ചോദിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ശരി, നമസ്തേ. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ നമസ്കാരം. ഗുരുവേ നമഃ ശിവായ.